കയറും വയറും ഒക്കെ ചിലപ്പം നിങ്ങൾ തന്നെ പിടിച്ചിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടാവും. ആ പൊട്ടിപ്പോയത് നമ്മൾ ഒരു പക്ഷേ 99% നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വന്നത് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഈ കയറ് അതിൻ്റെ ഉള്ളിലുള്ള കയറ് ആടാ, ഈ കയറ് മുറിഞ്ഞ് ഉള്ളിൽ പോവും. ഉള്ളിൽ പോയാൽ നമ്മളത് പുറത്തെടുത്ത് അതുപോലെ ചെയ്തു കൊടുക്കും. കാലാങ്കി വെച്ച് വലിക്കുന്ന സാധനമായിരിക്കും. അത് മുറിഞ്ഞു പോയാലും നമ്മളെ കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ കഴിയും. അപ്പോൾ അത് എടുത്തു കൊടുക്കും. അതായത് ഒരു കുഴൽക്കിണറിന്റെ ഒരു 99% എല്ലാത്തരം പ്രശ്നങ്ങൾക്കും നിങ്ങൾ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ ഉണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പാണ് കേട്ടോ. മുസ്തഫയ്ക്ക് കൂടെയാണ് ഉള്ളത്. മുസ്തഫക്ക ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ വീടുകളിൽ കിണറുകൾ നിങ്ങൾ പൊതുവേ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് കിണറിനെ പോലെ തന്നെ നമ്മുടെ കുഴൽക്കിണറുകളും വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. വീടുകളിൽ മാത്രമല്ല, നമ്മുടെ ഫ്ലാറ്റുകളായിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കുഴൽക്കിണർ. കുഴൽക്കിണർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ കുഴൽക്കിണർ പല പ്രശ്നങ്ങൾ കാരണം ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കാറുണ്ട്. അതായത് ഒന്നൊക്കെ മോട്ടർ കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ കല്ല് പോലെയുള്ള തടസ്സങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏതാണ്ട് ഒരു 99% സൊല്യൂഷനുമായിട്ടാണ് ഇക്ക നമ്മളെ കൂടെ ഉള്ളത് കേട്ടോ. ഒരുപാട് ടെക്നിക്കുകൾ ഇക്ക ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. കുഴൽക്കിണറുകളിൽ സുരക്ഷിതമായിട്ട് നമ്മളെ മോട്ടറൊക്കെ പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സും ഇക്ക ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്കനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, എൻ്റെ പേര് മുസ്തഫ. ഞാൻ പടപ്പറമ്പിലാണ്. പിന്നെ ഈ ജാതി ടൂൾസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിങ്ങളെ കിണർ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കിണർ 99% പുറത്തു പോരും മോട്ടർ, യാതൊരു സംശയമില്ല. അതിൽ 1% ഉള്ളൂ കുടുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് തരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു മോട്ടർ അതിൽ ഇറക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു മോട്ടർ അഥവാ ഒരു 99% കുടുങ്ങി പോവുകയാണെങ്കിലും അത് കട്ട് ചെയ്തിട്ട് വേറൊരു മോട്ടർ ഇറക്കാനുള്ള സജ്ജീകരണം ചെയ്തു തരും. ഓക്കെ. അതായത് ഒരു കുഴൽക്കിണർ നിങ്ങൾ കുഴുത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുടുങ്ങിയ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കേണ്ടി വരില്ല എന്നാണ് ഇക്കന്റെ വാദം. അതെ അതെ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് അല്ലേ? ഇതിപ്പോ എങ്ങനെയാണ്? നമുക്കൊരു ഹെൽപ്പായിട്ട് ഉപയോഗിക്കാണ് ഈ സാധനം. ഓക്കെ ഓക്കെ. ഇതിപ്പോ നേരിട്ട് ഇത് നമ്മൾ മോട്ടറിൽ വലിക്കാനും പിടിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മറ്റുള്ള നമ്മൾ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അടിയിൽ പോയിട്ട് അതിൻ്റെ തടസ്സങ്ങൾ എന്താണെന്ന് നോക്കിയതിൻ്റെ ശേഷം മറ്റുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ. ഇതിപ്പോൾ തടസ്സങ്ങൾ എങ്ങനെ നോക്കല് സാധാരണ? അതിനുള്ള ടൂൾസുകളാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ. ഞങ്ങൾ പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് സാധനങ്ങൾ ഇറക്കിയിട്ട് നമ്മളതിന് കാണിച്ചു കൊടുക്കുക. ഈ സാധനം, ഈ ഒരു പൈപ്പ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. 400 അടി വരെ നമ്മൾ പണിയെടുത്ത് കൊടുക്കും, ചെയ്തു കൊടുക്കും. 400 അടി കൂടുതലാണെങ്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ഭാവിയിലേക്ക് നമ്മൾ വരുമല്ലേ. ഇതിപ്പോ 400 അടി ഈ ഒരു പൈപ്പ് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, നോർമൽ പൈപ്പ് തന്നെയാണ് ഇത് ഇറക്കി കൊടുക്കും. എന്നിട്ട് ഈ ഒരു എക്യുപ്മെന്റ് എന്തിനാ യൂസ് ചെയ്യണേ? ഇത് നമ്മൾ കട്ടിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് നമ്മളെ മോട്ടർ കട്ട് ചെയ്യാൻ, മോട്ടറിന്റെ അടുത്ത് ചെന്നിട്ട് വയറും പൈപ്പും കയറും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിന് നമ്മൾ 400 അടി വരെ ഉണ്ടെങ്കിൽ 400 അടി വരെ ചെന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. ബാക്കി എക്യുപ്മെന്റ് എന്തൊക്കെയാണ് വരുന്നത്? ബാക്കിയുള്ളത് നമുക്ക് കയറ് കട്ട് ചെയ്യുന്ന സാധനമാണ്. ഇത് വെറും കാലി കയറ് മാത്രമേ ഉള്ളൂ. കയറ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കും. അത് അതിനുള്ള ഉപയോഗമാണിത്. പിന്നുള്ളത് വലിയ തടസ്സങ്ങളോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സാധനം. ഇത് കുത്തിപ്പൊട്ടിക്കാൻ, അത് കുത്തിപ്പൊട്ടിക്കാനുള്ളത്. കല്ല് പോലുള്ള കല്ല്, അതുപോലെ മറ്റേ പാട്ട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് എടുത്തു കൊടുക്കുന്ന സാധനമാണ്. ഓക്കെ. അപ്പൊ ഇതിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ഇതേപോലെ പ്രശ്നങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ ഐഡിയക്ക് ചെയ്യാണ്. ഈ ഒരു എക്യുപ്മെന്റ് ഒന്നും നമുക്കിപ്പോ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടൂല. ഇത് നമ്മളെ ബുദ്ധിക്കുള്ള പരിപാടിയാണ്. ഓക്കെ. പിന്നെ വേറെ ഏതൊക്കെയാ വരുന്നത്? വേറെ പിന്നെ ഇപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതല്ല ഉള്ളത്. ഓരോരോ സാധനങ്ങൾ. ഇത് നമ്മള് പൈപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള, താങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. സപ്പോർട്ടിന് വേണ്ടിയിട്ട്. നമ്മളെ കയ്യിൽ നിന്ന് മുറിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ സാധനം ഇത് ഉപയോഗിച്ച് സാധനം എടുത്തു കൊടുക്കുന്നതാണ്. അത് എങ്ങനെ മുറിഞ്ഞു പോവുകയാണെങ്കിൽ? കയറും വയറും മുറിഞ്ഞ് ചിലപ്പം കാലി നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണെങ്കിൽ അത് നമ്മൾ പൊന്തിച്ച് ടൂൾസ് ഉപയോഗിച്ച് കണ്ട് എടുത്തു കൊടുക്കും. പോരുന്ന സാധനമാണെങ്കിൽ ഓക്കെ ആയിട്ടും 99% പോരുന്ന തന്നെ ആയിരിക്കും. അത് 1% അതിൽ ഇതുണ്ടാവുള്ളൂ. ഓക്കെ. നമ്മളിതിപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളിവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. 20 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ പണി വർക്ക് ചെയ്യുന്നു. കേരളത്തിലെ എല്ലായിടത്തും പോകും, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഇത് നമ്മുടെ PVC പൈപ്പ് വലിക്കുന്ന സാധനമാണ്. പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ്. ഇത് PVCന്റെ ഉള്ളിലോട്ട് ഇറക്കി വിട്ട് ടൈറ്റാക്കി കൊടുത്താൽ ഇത് ഓപ്പണായി വരും. ഓപ്പണായി വന്നാൽ ഈ ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഇത് മേലേക്ക് വലിക്കുക. അതായത് നമ്മളെ ഈ പുറത്തോട് ഈ പൈപ്പ് അതാ
ഈ PVC പൈപ്പ്, ഈ പൈപ്പ് അതായത് കുടുങ്ങിയതുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി. ഇതൊക്കെ നമ്മളെ മോട്ടർ പോക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അതിനുള്ള ഓരോ ടൂൾസ് സാധനങ്ങളാണ് സംവിധാനം. ഇതൊക്കെ അവനവൻ്റെ ഐഡിയക്ക് ചെയ്യണതാണ്, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനമല്ല. പണി കാണണം, അപ്പോഴേ അതിനെ പറ്റിയുള്ളത് അറിയുള്ളൂ, അല്ലാത്തത് അറിയില്ല. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഈ ഒരു സർവീസ് എങ്ങനെയാണ് നമുക്ക് ബുക്ക് ചെയ്യാം? ഫോൺ വഴി തന്നെയാണോ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ? ബുക്കിംഗ് ഫോൺ വഴി തന്നെ കൂടുതലും. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എത്തിപ്പെടാൻ കഴിയും? അവരെ ഇതിനനുസരിച്ചാണ്. കാരണം അവർക്ക് നാളെ വേണമെന്ന് പറയുകയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ എത്താൻ പറ്റണേ എത്തും. അതിപ്പോ കേരളത്തിൽ എവിടെയാണ് എത്തും. ഈ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസ് ചാർജ് ഇപ്പോൾ അവർ സംസാരിച്ച് നമ്മൾ കുറഞ്ഞ റേറ്റിൽ അവർക്കും നമുക്കും കൂടി നോക്കിയിട്ട് നമ്മളൊരു കൂലിക്കാശ്, ഒരു വണ്ടി ഓടുന്ന കാശ് ഇതൊക്കെ നോക്കിയിട്ട് അതിനുള്ള സംവിധാനം ചെയ്ത് കണ്ട് നമ്മൾ കുറച്ച് കമ്മിയാക്കി കൊടുത്ത് എല്ലാം ചെയ്ത് കൊടുക്കും. കുഴൽക്കിണർപരമായിട്ടുള്ള ഏതൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവരെ വിശ്വസിച്ച് വിളിക്കാവുന്നതാണ്. വിളിക്കാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് എക്യുപ്മെൻറ്റ് ഇവരുടെ ഐഡിയക്ക് തന്നെ ചെയ്തത് ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കടയിൽ പോയി വാങ്ങിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമില്ല. പിന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതേപോലെയുള്ളവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ.